എനിക്കുള്ള സാധനം കിട്ടി പോയത് നന്നായി. എന്താന്നല്ലേ, നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു 10 മിനിറ്റേ ഉള്ളൂ കേട്ടോ അരുവിക്കര ഡാമിലോട്ട്. ഇന്ന് അവിടെ പോകുന്ന യാതൊരുവിധ പ്ലാനും ഇല്ലാതെ, പക്ഷെ ലാസ്റ്റ് അവിടെ തന്നെ എത്തി കേട്ടോ. തൊട്ടടുത്തൊരു ഫംഗ്ഷന് പോയതാണ്. അപ്പൊ ലക്ഷ്യത്തിന്റെ റൂട്ടൊക്കെ നല്ല ക്ലിയർ ആയിട്ട് അറിയാന്നുള്ളതുകൊണ്ട് അമ്മേ നമുക്ക് ഇവിടെ പാർക്കിൽ ഇറങ്ങാമേ, ഡാമിൽ പോയിട്ട് കുറെ ദിവസമായില്ലേ എന്നൊക്കെ പറഞ്ഞ് കുറച്ച് ബഹളമായേ. അപ്പൊ നമ്മൾ വിചാരിച്ചു സ്കൂളിലും ഒരിടത്തും പോകണ്ടല്ലോ, അപ്പൊ ഇന്ന് ഇറങ്ങാന്ന് നമ്മളും വിചാരിച്ചേ. നമ്മൾ സാധാരണ വരുമ്പോഴത്തേക്ക് ഒരു 3-3:30 മണിക്ക് ശേഷമേ വരുള്ളൂ. അപ്പൊ ഒന്ന് വെയിലൊക്കെ ഒന്ന് താഴ്ന്നിട്ടുണ്ടാവും. ഇന്ന് പ്ലാൻ ചെയ്ത് വന്നതുകൊണ്ടാണ് ഈ ഒരു സമയത്തോട്ട് ഒരു 11:30-12 മണിയാണ് ഈ ഒരു ടൈം. നല്ല പൊരി വെയിലായിരുന്നേ. നമ്മൾ വെയിൽ കൊണ്ട് കരിഞ്ഞെങ്കിലും ദച്ചൂസിന് ഒരു മാറ്റമില്ല. ദച്ചൂസ് കണ്ണി കണ്ടതില്ല, എല്ലാത്തിലും കയറിയിട്ടുണ്ട്. ഈ ഒരു ടൈം ആയതുകൊണ്ട് തന്നെ കുട്ടികളും കുറച്ച് കുറവായിരുന്നു കേട്ടോ. സാധാരണ നമ്മൾ വൈകിട്ടൊക്കെ വരുമ്പോൾ നല്ല തിരക്കാണ് കേട്ടോ. അമ്പലത്തിലും കൂടെ കയറാൻ വരുന്ന കണക്കാക്കിയാണ് ആൾക്കാർ എത്തുന്നത്. ഓരോരുത്തർ ടേൺ ആയിട്ട് ദച്ചൂസിന്റെ കൂടെ പോകുന്നുണ്ട് കേട്ടോ. ഒരാൾ റെസ്റ്റ് എടുക്കുമ്പോൾ വേറൊരാൾ കൂടെ പോകും. അമ്മാമ, കുഞ്ഞ, കൊച്ചു, അങ്ങനെ ലാസ്റ്റ് ആ ചേട്ടനിലെത്തിയിട്ടുണ്ട്. ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്, സൈഡിലായിട്ട് പതുക്കെ നിൽപ്പുണ്ടേ. തൊട്ടടുത്താണ് എപ്പോഴും പോകുന്ന സ്ഥലമാണെങ്കിൽ നമുക്കൊക്കെ ഈ ചില സ്ഥലങ്ങളിലോട്ട് പോവാറില്ലല്ലോ. അപ്പൊ ഇതുപോലെയാണ് ഈ ഒരു സ്റ്റെപ്പ് കേട്ടോ. പണ്ടൊക്കെ കയറിയെങ്കിലും ഇപ്പം കുറെ നാളായി ഇങ്ങോട്ട് കയറിയിട്ട്. അപ്പൊ ഇന്ന് വെറുതെ കയറി നോക്കാന്ന് പറഞ്ഞെങ്കിലും മേളിലോട്ട് കയറിയേ. പണ്ടത്തെ പോലെ വലിയ വ്യൂ ഒന്നുമില്ല, ജസ്റ്റ് കയറി പെട്ടെന്ന് അങ്ങ് താഴെ ഇറങ്ങി കേട്ടോ. പിന്നെ മെയിൻ ഏരിയയിലുള്ള നമ്മുടെ ഡാമിന്റെ സൈഡിലോട്ട് വന്നേ. ഈ സൈഡിൽ കാണുന്നതാണ് അമ്പലം. അടിപൊളി വ്യൂ ആണ് കേട്ടോ. അപ്പൊ വരാത്തവർ എന്തായാലും വരണം. നമ്മൾ നേരെ വീട്ടിലോട്ട് പോകാന്ന് വിചാരിച്ചു കേട്ടോ. മേളിലോട്ട് കയറിയപ്പോൾ ചേട്ടാ ഒരു സെറ്റ് പുളിമുട്ട, എന്റെ ഫേവറേറ്റ് സാധനമാണ് കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞത് എന്റെ സാധനം കിട്ടിയെന്ന്. കുറച്ചു നേരം കൂടി അവിടെ നിൽക്കണമെന്ന് ദച്ചൂസിനും ഉണ്ടായിരുന്നു, നമുക്കും ഉണ്ടായിരുന്നു കേട്ടോ അവളെ കുറച്ചു നേരം കൂടി കളിപ്പിക്കണമെന്ന്. പക്ഷെ വെയിൽ ഒരു രക്ഷയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ സമയം കളയാതെ നമ്മൾ എല്ലാവരും സ്ഥലം വിട്ടു കേട്ടോ.